നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ട ഭിന്നത പുറത്തേക്ക്. സ്ഥാനാർത്ഥി നിർണയം മുതൽ കെജ്രിവാളിന്റെ ദേശീയ കൺവീനർ സ്ഥാനം വരെയുള്ള വിഷയങ്ങളിൽ നേതാക്കൾ രണ്ട് തട്ടിലാണ്. വ്യാഴാഴ്ച ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ കെജ്രിവാളിന്റെ പ്രവർത്തനശൈലി വിമർശിച്ച് യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും പാർട്ടി അച്ചടക്ക സമിതിക്ക് കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെ യാദവിനെയും ഭൂഷണെയും തള്ളി ദില്ലി ഘടകം സെക്രട്ടറി ദിലീപ് പാണ്ഡെ അയച്ച കത്ത് പുറത്തു വന്നതാണ് വിവാദത്തിന് ചൂടുപകർന്നിരിക്കുന്നത്. കൺവീനർ സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ മാറ്റാൻ യാദവ് ശ്രമിച്ചുവെന്നാണ് പാണ്ഡെയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെജ്രിവാളിനെതിരെയുള്ള നീക്കങ്ങൾക്ക് ശക്തി കൂടി. ദില്ലിയിൽ BJP സർക്കാർ വന്നാൽ കെജ്രിവാളിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകുകയും അതുവഴി ഒരാൾക്ക് ഒരു പദവി എന്ന വാദമുന്നയിച്ച് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന് ശാന്തിഭൂഷൺ ആശിഷ് ഖേറിനോട് പറഞ്ഞുവെന്നും കത്തിലുണ്ട്. കൂടാതെ ആം ആദ്മി പാർട്ടി വിട്ടവർ ചേർന്ന് രൂപീകരിച്ച അവാം എന്ന സംഘടനയെ സഹായിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാതെ പാർട്ടി വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നു തുടങ്ങിയവയാണ് പ്രശാന്ത് ഭൂഷണെതിരെയുള്ള ആരോപണങ്ങൾ. ബുധനാഴ്ച ചേരുന്ന ദേശീയ എക്സിക്യൂട്ടീവ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു. അതേസമയം ആഭ്യന്തര കലഹങ്ങളെ തള്ളി യോഗേന്ദ്ര യാദവ് രംഗത്തെത്തി. പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വിചിത്രവുമാണെന്ന് യോഗേന്ദ്ര യാദവ് പറഞ്ഞു. റിപ്പോർട്ടർ, ദില്ലി.